ഒരു അഭ്യർത്ഥനയാണ്, മഴയോടാണ്. നമ്മളേതായാലും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കൂടെ കൂടാം. മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇനി ഏത് ഘോര മഴ പെയ്താലും അതിനെയൊക്കെ സ്വീകരിക്കാൻ തന്നെയുള്ള ഒരുമ്പെട്ട് തന്നെയാണ് ഇന്നത്തെ വൈകുന്നേരം ഈ പുരുഷാരം, ഈ ജനാവലി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത് ഗണേശോത്സവമാണ്. സനാതന ധർമ്മത്തിന്റെ കരുത്തും ഗണേശ ഭക്തിയും യൗവനത്തിന്റെ കരുത്തും ഒരുമിച്ച് ചേരുന്ന മഹോത്സവമാണ് ഗണേശോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്പം മഴയൊക്കെ ആവാവുന്നതാണ്. നമ്മുടെ നിമജ്ജന ഘോഷയാത്ര അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഇവിടെ ജയറാം സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് വർഷമായി ഗണേശ പൂജയുണ്ട്, ഗണപതി ആരാധനയുണ്ട്. നമ്മുടെ ഭാരതീയർ ചെറുതും വലുതുമായ ഏത് സൽക്കാര്യങ്ങൾ സമാരംഭിക്കുന്ന സമയത്തും ഗണപതിക്ക് കുറിച്ചാണ്, ഗണപതിയെ സ്മരിച്ചാണ്, പ്രാർത്ഥിച്ചാണ് എല്ലാ സൽസംരംഭങ്ങളും ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും ആദ്യാക്ഷരം കുറിച്ചത് ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്, സ്തുതിച്ചുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണമേ എന്ന് ഭഗവാനോട് അർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എഴുത്തിനിരുത്തി നമ്മുടെ വിദ്യ ആരംഭിച്ചത്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, താരകാസുരൻ എന്ന അസുര പെരുമാള് സജ്ജനങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് അധർമ്മത്തിന്റെ പെരുമാളായി അങ്ങനെ വാണ സമയത്ത് ആ താരകാസുരനെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവഗണങ്ങൾ ഒരു മഹായുദ്ധം നയിക്കാൻ തീരുമാനിച്ചപ്പോ അതിന്റെ സേനാപതിയായി സാക്ഷാൽ സുബ്രഹ്മണ്യനെ സേനാപതിയായി വാഴിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ പരിശ്രമിച്ചപ്പോ അഭിഷേകജലം സുബ്രഹ്മണ്യന്റെ ശിരസിൽ വീഴ്ത്താൻ നോക്കുമ്പോ കൈയുയർത്തിയപ്പോ ആ കൈ ഉയരുന്നില്ല. കുറെ നേരം ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അപ്പോൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ പറഞ്ഞു, ഈ ഭൂമിയിൽ ഏത് നല്ല കാര്യം നന്നായി നടക്കണമെങ്കിലും നിങ്ങളത് തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിയെ ഒന്ന് പ്രീതിപ്പെടുത്തണം, സ്തുതിക്കണം. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ നടക്കാത്തത്. ഒന്ന് ഗണപതിയെ ഒന്ന് സ്തുതിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഗണപതിയെ സ്തുതിച്ചത് ചെയ്തപ്പോൾ ഭംഗിയായി നടന്നതിനെ തുടർന്ന് സാക്ഷാൽ പരമേശ്വരൻ തന്നെ അരുളി ചെയ്തതാണ്, ഇനി ഭൂമിയിൽ ഇതുപോലെ ഏത് കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ ഗണപതിയെ സ്തുതിച്ച് മുന്നോട്ട് പോയിക്കോളൂ. എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കിയിട്ട് ഗണേശ ഭഗവാൻ നിങ്ങളുടെ ദൗത്യത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ ഉദ്ദേശത്തെ, നിങ്ങളുടെ പരിശ്രമത്തെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും നീക്കി വിജയിപ്പിച്ചു തന്നോളും എന്ന ഭഗവാന്റെ ആദേശത്തിന്റെ, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭാരതീയർ ഭക്തിപൂർവ്വം ശ്രീ ഗണപതി ഭഗവാനെ എല്ലാ കാര്യങ്ങളുടെയും മുമ്പേ വിഘ്നേശ്വരനായി സ്തുതിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത്. നമ്മുടെ നാട് വിദേശികളുടെ ഏറ്റവും അവസാനം ഈ നാട് ഭരിച്ച ഇംഗ്ലീഷുകാരുടെ കരാൾ ഹസ്തത്തിൽ ഞെരിഞ്ഞമർന്ന സമയത്ത് അവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്ന അത്യുജ്വലമായ പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ ഉള്ളിലുള്ള ഗണേശ ഭക്തിയെയും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ദേശസേവന പ്രചോദിതമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭിവാഞ്ഛയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ലോകമാന്യ ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഗർജിച്ചുകൊണ്ട് ഗണേശ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദേശവും ഉൾച്ചേർത്തുകൊണ്ട് സാർവജനിക ഗണേശോത്സവം ഇവിടെ നടത്തിയത്. അങ്ങനെ ജനങ്ങളെ, ജനക്കൂട്ടത്തെ, ഭക്തരെ, വിശ്വാസികളെ ആത്മീയപരമായ കാഴ്ചപ്പാടോടുകൂടി ഒരുമിച്ച് ചേർത്തു തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം അത്യുജ്വലമായി മുന്നോട്ട് കൊണ്ടുപോയത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും അവസാനം നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചു. അങ്ങനെ തമസ്കരിക്കപ്പെട്ട ഒരു ചരിത്രമാണെങ്കിലും സാർവജനിക ഗണേശോത്സവം കൂടി ചേർന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം പ്രോജ്വലമായി മാറിയത് എന്നത് നമ്മളിന്നും കൃതജ്ഞതാപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട്. ബാലഗംഗാധര തിലകൻ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ചുകൊണ്ട് തന്നെ
നമുക്ക് സാർവജനിക ഗണേശോത്സവം തുടർന്നും നടത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഈ വീരന്മാരും ധീരന്മാരും പൊരുതി നേടിയ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിലൊന്നും അനുഭവിക്കാനോ അതിനനുസരിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി മുന്നോട്ട് പോകാനോ സാധിക്കാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഗണപതിയെ ഒരു പ്രതീകമാക്കി സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ട് നേടിയ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിനടുത്ത് ഒരു വിദ്യാലയത്തിലെ മാനേജർ തന്റെ വിദ്യാലയത്തിന്റെ കെട്ടിടം പണിയൊക്കെ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിന്റെ തലേന്ന് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി, വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു ഗണപതി ഹോമം കഴിച്ചുപോയി എന്നതിന്റെ പേരിൽ ആ ഗണപതി ഹോമം കഴിച്ച സ്കൂൾ മാനേജരെ കേസിൽപ്പെടുത്തി തുറുങ്കിലടക്കാൻ ശ്രമിച്ച ആളുകളാണ്, രാക്ഷസ കൂട്ടങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗണപതി ഹോമം കഴിച്ചാൽ പോലും ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ള നാട്ടിൽ സാർവജനിക ഗണേശോത്സവം നടത്തിയിട്ട് സ്വാതന്ത്ര്യം, ഗണപതി ആരാധിക്കാനുള്ള നമ്മുടെ സംസ്കൃതിയെ നിലനിർത്താൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടർന്നു പോകേണ്ടതുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സാർവജനിക ഗണേശോത്സവം ഒറ്റപ്പാലത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന രാജവിധികളെ ആധ്യാത്മികതയെ ഉലകച്ചേർത്തണിയിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളെ എല്ലാവരെയും അഭിമാന പുളകിതരാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഗണപതിയെ ആരാധിക്കുമ്പോ ഗണപതി ഭഗവാൻ അതൊരു പ്രതീകമാണ്. ആവേശം അധികം വേണ്ട. ഗണപതി, ചില ആളുകൾ പറയും ഗണപതി എന്ന് പറയുന്നത് അത് തടസ്സം ഉണ്ടാക്കുന്ന ആളാണ്. ഗണപതി ഭഗവാൻ തടസ്സം ഉണ്ടാക്കുന്ന ഈശ്വരനല്ല. നമ്മൾ ലക്ഷ്യബോധത്തോടുകൂടി ഉറച്ച മനസ്സോടുകൂടി ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോ വഴിയിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുന്ന ഈശ്വരനാണ് ഗണപതി ഭഗവാൻ. അതാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. അല്ലാതെ തടസ്സം ഉണ്ടാക്കുന്നയാളല്ല, തടസ്സത്തെ മാറ്റുന്നയാളാണ്. ചില ആളുകൾ പരിഹസിക്കാറുണ്ട്, നിങ്ങൾ ഈശ്വരൻ എന്താ ഒരു തുമ്പിക്കൈ, ആനയെ പോലത്തെ ദൈവമാണോ, ഇതെന്തൊരു ദൈവമാണ്? അങ്ങനെ ആനയെ പോലെ ആനയുടെ മുഖവും കുട്ടവയറൊക്കെയുള്ള ഗണപതിക്ക് ഒരു വാഹനം എന്താണ്? ഒരു ചുണ്ടലി. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ചില ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങൾ ആനയിൽ തലയനായിട്ടുള്ള ഗണപതി ആ ചുണ്ടലിയുടെ മേലെ കയറിയിരുന്നാൽ ചുണ്ടയിൽ മരിച്ചുപോകില്ലേ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ എന്താണ് ഗണപതി? ഗണപതിയുടെ തത്വം എന്താണ്? ഗണപതിയുടെ രൂപം എന്താണ്? അതിന്റെ വിശദാംശങ്ങൾ പറയാനുള്ള സമയമല്ല ഈ പൊതുസമ്മേളനം. എങ്കിലും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്, ഇതൊക്കെ പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങളിലൂടെ നമ്മുടെ തത്വത്തെ അന്വേഷിച്ച് പൂർവികന്മാർ നമ്മൾ അനുഷ്ഠിക്കേണ്ട, ആചരിക്കേണ്ടുന്ന തത്വങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ഇതുപോലുള്ള അവർ ധ്യാനത്തിലൂടെ, അവർ തപസ്സിലൂടെ നേരിട്ട് കണ്ട ചില തത്വങ്ങളെ നമുക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ആവിഷ്കരിച്ചതാണ് ഇതുപോലുള്ള രൂപപ്രതീകങ്ങൾ. അതിലൊന്നാണ് ഗണപതി. ഒരത്ഭുതകരമായ കാര്യമാണ് ഗണപതി എന്ന് പറയുന്നത്, ഗണപതിയുടെ തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു അത്ഭുതത്തെ നമ്മുടെ മുമ്പേ കാണിക്കാൻ നമുക്ക് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു പ്രതീകത്തെ തന്നെ മുമ്പിൽ വെച്ചു എന്നേ ഉള്ളൂ. നമ്മളിപ്പോ നിമജ്ജന ഘോഷയാത്രയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ആനച്ചന്തത്തോടുകൂടി നടന്നു പോകുമ്പോ ആനയെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി പോകില്ലേ? ആ ആനയുടെ ഒരു ഗാംഭീര്യം, അതിന്റെ ആ ആനയുടെ ഒരു ആകാര വടിവ്, അതൊക്കെ എല്ലാവരും ആകർഷിക്കുന്നതാണ്. അപ്പൊ ആനയുടെ ആ മുഖം എന്ന് പറയുന്നത്, തുമ്പിക്കൈ എന്ന് പറയുന്നത്, ആ തുമ്പിക്കൈ ഒരു പ്രതീകമാണ്. ആ തുമ്പിക്കൈ എന്താണ്? തുമ്പിക്കൈ ആന ഇങ്ങനെ നടന്നു പോകുമ്പോ ആന അതിന്റെ തുമ്പിക്കൈ നടന്നു പോകാൻ തന്റെ കാലടികൾ വെക്കുന്നതിന് തൊട്ടു മുമ്പ് ആന അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ആ കാല് വെക്കേണ്ട സ്ഥലം അമർത്തി അവിടെ കുഴപ്പമില്ലാന്ന് പരിശോധിച്ചിട്ട് കാലടി വെക്കൂ, എന്നിട്ട് ആന മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോ ആന ആ തുമ്പിക്കൈ ഉപയോഗിക്കുന്നത് തന്റെ
യാത്രയിൽ പ്രയാണത്തിൽ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ആന ഉപയോഗിക്കുന്ന അതിന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്നു അതിന്റെ തുമ്പിക്കൈ. ആന ഒരു അത്ഭുത ജീവിയാണെന്ന് നമുക്കറിയാം. മൂക്ക് ഒരു കയ്യായി മാറിയ ഒരു ജീവിയേ ഉള്ളൂ, അതാനയാണ്. പല്ല് കൊമ്പായി മാറിയ ഒരു ജീവിയേ ഉള്ളൂ, അതാനയാണ്. ആനക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആനയുടെ കാലിൽ നഖമുണ്ട്, പക്ഷെ വിരലില്ല. ഒരത്ഭുതമുള്ള ആനയുടെ വൃഷണം ശരീരത്തിന് പുറത്തല്ല, ഉള്ളിലാണ്. ആനയുടെ നാവ് അകത്തുനിന്ന് താഴത്തേക്ക് പുറത്തേക്കല്ല, പുറത്തുനിന്ന് അകത്തേക്കാണ്. ആനയുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വേർപ്പ് പുറത്തേക്ക് വരില്ല. ആനയുടെ വേർപ്പ് അതിന്റെ തുമ്പിക്കൈയിലൂടെ മാത്രമേ പുറത്തു വരൂ. അതുകൊണ്ടാണ് ആന ഇടക്കിടക്ക് തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ചീറ്റിയിട്ട് വിയർപ്പ് പുറത്തേക്ക് കളയുന്നത്. ഒരുപാട് സവിശേഷതകൾ ആനയ്ക്കുണ്ട്. അതാണ് ആനയുടെ അത്ഭുതമാണ് എന്ന് പറയുന്നത്. അപ്പൊ ആ ആനയുടെ തുമ്പിക്കൈ തന്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും തട്ടി മാറ്റാനുള്ള കരുത്ത് അതിനുണ്ട്. നമ്മുടെ മൂക്കിനെ ഒരു ചെറിയ അടി കിട്ടിയേ കഴിഞ്ഞാൽ നമ്മളവിടെ വീഴും. പക്ഷേ ആനയുടെ മൂക്ക് ഏത് പ്രതിസന്ധിയെയും ഇടിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ് ആനയുടെ തുമ്പിക്കൈ. ആ തുമ്പിക്കൈ കൊണ്ട് ഏറ്റവും വലിയ മരവും വലിച്ചാന എടുക്കും. ആ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആന താഴെ വീണ് കിടക്കുന്ന ഒരു മൊട്ടു സൂചി പോലും തപ്പിപ്പിടിച്ച് തുമ്പിക്കൈ കൊണ്ട് എടുക്കാനുള്ള കഴിവും ആനയ്ക്കുണ്ട്. അതുകൊണ്ട് തുമ്പിക്കൈ എന്ന് പറയുന്നത് ചെറുതിലും ചെറുതോ വലുതിലും വലുതുമായ എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതിന്റെ പ്രതീകമാകുന്നു തുമ്പിക്കൈ എന്നതിനാൽ വിഘ്നേശ്വരനായ, തടസ്സങ്ങൾ മാറ്റുന്നവനായ ഗണപതിക്ക് തന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായി തുമ്പിക്കൈ നൽകിയിരിക്കുന്നതിന്റെ പ്രതീകം തടസ്സങ്ങൾ മാറ്റുന്നവരാണ് ഗണപതി എന്നുള്ളതാണ്. നമ്മൾ തടസ്സങ്ങൾ മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് ഏറ്റവും ഉപാസിക്കാൻ കഴിയുന്ന, വളരെ ലളിതമായി ഉപാസിക്കാൻ കഴിയുന്ന ഉപാസന മൂർത്തിയാണ് ഗണപതി എന്നാണ് അതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സാധാരണഗതിയിൽ ഈ ഗണപതിയുടെ 4 കൈകളുണ്ട്. പലതരത്തിൽ 64 തരത്തിലുള്ള ഗണപതി രൂപങ്ങളുണ്ട്. അതിൽ സാധാരണ പറയുന്ന ഒരു ഗണപതി രൂപത്തിൽ അതിലൊരു കൈ, ആ കൈയിലുള്ളത് ഒരു കയറാണ്, മറ്റേ കൈയിലുള്ളത് ഒരു തോട്ടിയാണ്. പാശാങ്കുശം എന്ന് പറയും. ധൃതപാശാങ്കുശ പുഷ്പബാണജാവ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയും. അപ്പോ ഒന്ന് കയറാണ്. കയറെന്താണ്? കയറാശയുടെ പ്രതീകമാണ്. നമുക്ക് കാണുന്നതിനോടെല്ലാം നമുക്ക് ആശയുണ്ടാകും. ആശയിൽ നമ്മൾ ഈ ആശയാകുന്ന പാശമതിങ്കേന്ന് വേർപിടാതെ കരയറുന്ന മേൽക്കുമേൽ നമ്മൾ അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കും. നമ്മൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് തൃപ്തിയാവില്ല. 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ 1000 ആശ്ചര്യം എന്നതും, അങ്ങനെ 10എങ്കിൽ 100, 100എങ്കിൽ 1000, 1000എങ്കിൽ ലക്ഷം എന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ, നമ്മുടെ ആഗ്രഹത്തിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോ നമ്മുടെ ലക്ഷ്യബോധത്തിന്റെ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഗോൾ, അതിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോ ആശയുടെ പുറകെ പോകും. അങ്ങനെ പോകാതിരിക്കാൻ ആശയുണ്ടാവുമ്പോ ആ ആശയെ കുടുക്കിട്ട് നിർത്താൻ, കെട്ടി നിർത്താൻ, ബന്ധിപ്പിക്കാൻ നീ തയ്യാറാകണം എന്നതിന്റെ സൂചനയാണ് ഗണപതി ഒരു കയ്യിൽ ഒരു കയറ് പാശം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ചത്തുപോകുന്ന നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ അടുത്തർക്കും. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നീ ലക്ഷ്യബോധത്തോടു കൂടി പോകണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കയറുള്ളത്. മറ്റേ കയ്യിലുള്ളത് ഒരു അങ്കുശമാണ്. ആ അങ്കുശം എന്ന് പറയുന്നത് തോട്ടിയാണ്. തോട്ടി ആശയെ നമുക്ക് കയറുകൊണ്ട് പിടിച്ചു കെട്ടാം. പക്ഷെ കയറുകൊണ്ട് പിടിച്ചു കെട്ടാൻ ആടിനെ കെട്ടാം, പശുവിനെ കെട്ടാം. പക്ഷെ ഒരു ആനയ്ക്ക് മതവിളകിയാൽ അതിനെ കയറുകൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റില്ല. ആന എന്ന് പറയുന്നത്, മതയാന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളെയാണ്, വികാരത്തള്ളിച്ചുകളെയാണ്, നിയന്ത്രിതമായ വികാരങ്ങളെയാണ് ആനയെ, മതയാനയെ പറയുന്നത്. നമുക്കുള്ളിൽ ഉണ്ടാകുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ആ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. അങ്ങനെ ആ വികാരത്തെ നിയന്ത്രിച്ചു നിർത്തുമ്പോൾ ചിലപ്പോൾ ബലപൂർവ്വം നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ തോട്ടി വേണ്ടി വരും. തോട്ടി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിച്ചു നിർത്തേണ്ടി വരും. കരുത്തുറ്റ ആത്മബലമുണ്ടെങ്കിലേ വൈകാരികമായ നമ്മുടെ എടുത്തുചാട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളോട് പറയുന്നതാണ് കയ്യിലുള്ള തോട്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തെ കയ്യിൽ ഒരു വലിയ മഴുണ്ട്. ആ മഴു പോകുന്ന യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചതിനെ അരിഞ്ഞു തള്ളിയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ പോകണം എന്നതാണ് അത് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഏക
ലക്ഷ്യബോധത്തോടുകൂടി ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് വികാരങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നേടേണ്ടത് നേടാൻ സാധിക്കുമെന്നാണ് നാലാമത്തെ കയ്യിലെ മോദകം എന്ന് പറയുന്ന ആമോദിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് എന്നത് നമ്മുടെ ലക്ഷ്യം നേടിയാൽ നമുക്കുണ്ടാവുന്ന ആനന്ദത്തിന്റെ പ്രതീകമാണ്. ലഡുവെന്നോ അല്ലെങ്കിൽ കൊഴക്കട്ട എന്നോ എന്നൊക്കെ പറയാവുന്ന ഈ മോദകം എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് കെട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരും, ചിലത് വെടിയേണ്ടി വരും, ചിലത് ത്യജിക്കേണ്ടതും ചില ത്യാഗങ്ങൾ ആവശ്യമായി വരും എന്നുള്ളതാണ് ഗണപതിയുടെ ആ രൂപം, ബാഹ്യമായ രൂപം നമ്മളോട് പറയുന്നത്. എലി എന്ന് പറയുന്നത്, ആ എലി നമ്മുടെ ശാസ്ത്രമനുസരിച്ച് അത് പൃഥ്വി തത്വമാണ്. എലി ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഭൂമിയുടെ മാളത്തിൽ നിന്നാണല്ലോ എലി വരുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ പ്രതീകമാണ് എലി എന്ന് പറയുന്നത്. പൃഥ്വിയുടെ പഞ്ചഭൂതങ്ങൾ പൃഥ്വിയുടെ പ്രതീകമാണ് എലി. ആ എലി എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ ചെറിയ ജീവിയാണ്. എലിയെ നമുക്ക് ചുണ്ടലിയെ നമുക്കൊരു പുച്ഛമാണ്. പക്ഷെ ഗണപതിയുടെ ഏതു ചിത്രത്തിന്റെ താഴെയും ഒരു എലി ഇങ്ങനെ രണ്ട് കാലിൽ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കാണാം. പക്ഷെ അതിന്റെ രണ്ട് കയ്യിൽ എന്താ ഉള്ളത്? ഒരു ലഡുവാണ്. അതൊരു പ്രതീകമാണ്. ഒരു ക്ഷുദ്രജീവിയായ ചുണ്ടലിക്ക് പോലും ഈശ്വര സാമീപ്യം ഉണ്ടായാൽ, ഭഗവത് അനുഗ്രഹം ഉണ്ടായാൽ ആഗ്രഹിച്ചത് നേടാൻ സാധിക്കുമെന്ന വലിയ പാഠവും പ്രചോദനവും പ്രേരണയും മാതൃകയുമാണ് ആ ചുണ്ടലി നമ്മളോട് പറയുന്നത്. നമുക്കും ഏത് സാധാരണക്കാർക്കും നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ നേടേണ്ടത് ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും എന്നാണ് അത് നമ്മളോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ, വളരെ പ്രതീകാത്മകമായി നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഉപാധിയാക്കാൻ കഴിയുന്ന ഉപാസന മൂർത്തി എന്നുള്ള നിലക്കാണ് നമ്മൾ ഗണപതിയെ ആരാധിക്കുന്നത്, ആദരിക്കുന്നത്. അതേപോലെ തന്നെ യോഗശാസ്ത്ര പ്രകാരം ഷടാധാരമുണ്ട്. നമ്മളെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും, ശിവശംഭോ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ പടി നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള തത്വമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഒരിക്കൽ പരമശിവന്റെ അടുത്ത് നാരദൻ ഇങ്ങനെ വന്നിട്ട് ഒരു പഴം കൊടുത്തു എന്നാണ്. ആ പഴം കയ്യിൽ പിടിച്ചു കൊടുക്കുമ്പോൾ ഗണപതിയും സുബ്രഹ്മണ്യനും ആ പഴത്തിന് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് കൈ നീട്ടി എന്നാണ്. ആ സമയത്ത് പറഞ്ഞുപോലും ഭഗവാൻ ആരാണോ 3 തവണ ഈ പ്രപഞ്ചത്തെ ചുറ്റി വന്നിട്ട് ആദ്യം ഇവിടെ എത്തുന്നത് അവർക്ക് പഴം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടൻ തന്നെ സുബ്രഹ്മണ്യൻ മയിലിന്റെ പുറത്ത് കയറിയിട്ട് ചടപടാന്ന് സ്ഥലം വിട്ടു. ഗണപതി തന്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മൂഷികന്റെ പുറത്ത് കയറുമ്പോഴത്തേക്ക് ഈ മയിൽ കുറെ ദൂരെ പോയിരുന്നു. അപ്പൊ ഗണപതി അവിടെ നിന്ന് ആലോചിച്ചു. എന്നിട്ട് ആലോചിച്ചിട്ട് നേരെ തന്റെ മാതാപിതാക്കളെ 3 തവണ പ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണം ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് പഴം തരുമെന്ന് കൈകൂപ്പി. അപ്പൊ ശിവൻ പറഞ്ഞു, അല്ല നീ ഇത്ര വേഗം എത്തിയോ? അപ്പൊ പറഞ്ഞു, പാർവതി പരമേശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ച മാതാവും അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ പിതാവുമാണ്. പരാശക്തിയാണ് അമ്മ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് അങ്ങ്. ഈ രണ്ടുപേരെയും പ്രതിഷ്ഠം ചെയ്താൽ പ്രപഞ്ചത്തെ പ്രതിഷ്ഠം ചെയ്ത പോലെ തന്നെയല്ലേ? അതുകൊണ്ട് എനിക്ക് പണം തരണം എന്ന് ഗണപതി പറഞ്ഞപ്പോ സ്വാഭാവികവും ന്യായമായതുകൊണ്ട് പണം കൊടുത്തു. ഇതെല്ലാം ചുറ്റി വന്നിട്ട് സുബ്രഹ്മണ്യം വരുമ്പോഴത്തേക്ക് ഈ സംഭവമൊക്കെ കഴിഞ്ഞിരുന്നു. അതെന്താ ഇവിടുന്ന് പോകാത്തയാൾക്ക് പഴം കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശിവൻ പറയുന്നത്, ഈ പഴം എന്ന് പറയുന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് നീ പുറത്ത് എവിടെയൊക്കെയോ പോയി അന്വേഷിച്ചു വന്നു, പക്ഷെ നിന്റെ ഉള്ളിലുണ്ട് ഈ തത്വം എന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിനക്ക് വൈകിപ്പോയത്. അത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഗണപതിക്ക് ഇത് കൊടുത്തത്. അതുകൊണ്ട് നീ അവിടെ പോയിട്ട് പഴം നീ തന്നെയാണ് എന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തപസ് ചെയ്ത് ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി തപസ് ചെയ്ത് സാക്ഷാത്കരിച്ചു പോലും പഴം നീ എന്ന് പറയുന്ന സ്ഥലത്ത്, പളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് സുബ്രഹ്മണ്യം പോയി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് സാക്ഷാത്കാരം ഉണ്ടായത് എന്ന് അവിടെ ഒരു വിശ്വാസം പറയാം. അപ്പൊ ഉള്ളിലുള്ള പഴമാണ് ജ്ഞാനപ്പഴമാണ്, ആത്മീയതയുടെ ആ പഴമാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുള്ള ഈ പരാശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയാണ് എന്നതുകൊണ്ട് ആ ശക്തിയെ സാക്ഷാത്കരിക്കാൻ, സാത്മീകരിക്കാൻ ഓരോ സാധകനും, ആധ്യാത്മിക സാധകനും നടത്തുന്ന പരിശ്രമത്തിന്റെ തുടക്കം മൂലാധാരം എന്ന് പറയുന്ന കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. അതോരോ മനുഷ്യന്റെയും മൂലാധാരത്തിലുണ്ട്. അതിന്റെ അധിനായകനായി നമ്മുടെ യോഗശാസ്ത്രം വിധിച്ചിട്ടുള്ളത് ഗണപതിയാണ്, ഈ മൂലാധാരത്തിന്റെ ദേവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ആധ്യാത്മിക സാധകന്മാർ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ആദ്യം അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രണമിക്കേണ്ട ശക്തി എന്ന് പറയുന്നത് ഗണപതി ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ആധ്യാത്മികമായ ശാസ്ത്രത്തിന്റെ പ്രതീകമായിട്ടാണ് ഗണപതി ഭഗവാൻ എന്നുള്ളതുകൊണ്ട് ആ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയമായ നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനും ലക്ഷ്യത്തെ നേടാനും പരിശ്രമിക്കുക.
അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സനാതന ധർമ്മം, ഇന്നിപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് സനാതന ധർമ്മം പ്ലേഗ് പോലെയാണ്, അത് കോളറ പോലെയാണ്, അത് പകർച്ചവ്യാധിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല വിധത്തിലുള്ള പ്രചരണവും നടത്തുന്നുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വർഷമായി ഈ രാഷ്ട്രത്തിന്റെ, നമ്മുടെ ജഗജ്ജനനിയായ നമ്മുടെ മാതൃഭൂമിയുടെ സംസ്കൃതിയുടെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളുടെ മൂല്യങ്ങളുടെ നാമമാകുന്നു ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതന ധർമ്മം ഉയർന്ന സമയത്താണ് ഈ രാഷ്ട്രം ഉയർന്നത്. അതുകൊണ്ട് ഈ ധർമ്മത്തെ ഇവിടെ നിലനിർത്താൻ നമ്മുടെ ഈശ്വരന്മാരെ, നമ്മുടെ അവതാര പുരുഷന്മാരെ, നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങളെ നമുക്ക് പകർന്നു തന്ന മഹത്പുരുഷന്മാരെ, അവരുടെ ജീവിതത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതിനാൽ സമാജത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ നിലനിർത്തേണ്ടതുണ്ട്. അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ധർമ്മവും രാഷ്ട്രവും നേരിടുന്നുണ്ട്. അങ്ങനെ നേരിടുമ്പോ നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ ആത്മീയമായ ഈശ്വരീയമായ നമ്മുടെ വിശ്വാസത്തെ, മാനബിന്ദുക്കളെ, മാനദണ്ഡങ്ങളെ നമുക്ക് പ്രതീകമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനേറ്റവും സഹായകരമായ ഒന്നാണ് ഗണേശ ഭഗവാന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട സാർവജനികമായ ഗണേശോത്സവം. ആ ഗണേശോത്സവത്തെ ഒരുമയ്ക്കുള്ള ഒരു ഉപാധിയാക്കി, ഹൈന്ദവ ഒരുമയ്ക്കുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇനിമേൽ ജാതികൾ വേണ്ടിവിടെ, വർഗം വർണ്ണം മരുതിവിടെ, സകലരും അമ്മ കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നൊരുമിച്ച് പാടിക്കൊണ്ട് ഗണേശമന്ത്രം സ്മരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ സാർവജനിക ഗണേശോത്സവത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ദേശീയത നെഞ്ചിലേറ്റിയ യുവാക്കൾക്കും ഊർജം നൽകിയ, വസ്തുതകളെ ഇഴകീറി പഠിച്ച് കൃത്യമായ മറുപടികൾ നൽകി ബിജെപിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പാലക്കാടിന്റെ പൊന്നോമന പുത്രൻ, ഒറ്റപ്പാലത്തിന്റെ പ്രിയപ്പെട്ട സന്ദീപ് ജി വാര്യരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ മാനനീയ ജയറാമേട്ടൻ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കേരളത്തിലെ ഹിന്ദുക്കളുടെ ശബ്ദവും പ്രതീക്ഷയുമായ പ്രിയപ്പെട്ട വത്സൻ തില്ലങ്കേരി, പുന്നപ്രയും വയലാറിലും അടക്കം വിപ്ലവത്തിന്റെ മണ്ണിൽ താമരപ്പൂക്കൾ വിരിയിച്ച പ്രിയപ്പെട്ട ശോഭ സുരേന്ദ്രൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവർക്കും സാദര നമസ്കാരം. ശോഭ സുരേന്ദ്രനും വത്സൻ തില്ലങ്കേരിയും പ്രസംഗിച്ചു കഴിഞ്ഞ വേദിയിൽ പ്രസംഗിക്കുക എന്നുള്ളതൊരു സാഹസമായതുകൊണ്ട് ഞാൻ അതിനെ മുതിരുന്നില്ല. ഏതാനും ചില വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗണപതി, വിനായകൻ എന്ന് പറയുന്നത് പല പേരുകളുണ്ട്. വിനായകൻ, അതിലൊന്ന് സിദ്ധി വിനായകനാണ്, ഒന്ന് ബുദ്ധി വിനായകനാണ്. ബുദ്ധിയുടെ ദേവനാണ് ഗണപതി, ബുദ്ധി തെളിയും എന്നാണ് പറയാറുള്ളത്. എനിക്ക് ഈ വർഷമാണ് അത് കൃത്യമായിട്ട് വളരെ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ ഗണേശോത്സവത്തിന് തൊട്ടു മുൻപാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള സ്പീക്കർ ഗണപതി ഒരു വിത്താണ് എന്ന് പറഞ്ഞു. ഗണപതി ഒരു വിത്താണെന്ന് അദ്ദേഹം കഴിഞ്ഞ ഗണേശോത്സവത്തിന് തൊട്ടു മുൻപാണ് പറഞ്ഞത്. അതിനുശേഷം കേരളത്തിലുടനീളം ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങൾ ആവേശപൂർവ്വം മുന്നോട്ട് വരികയും ഗണേശോത്സവം വലിയൊരു ആഘോഷമായി മാറുകയും ചെയ്തു. പക്ഷെ ഈ വർഷം അദ്ദേഹത്തിന് ബുദ്ധി തെളിഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, RSS ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്. RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് മാത്രമല്ല, RSSന്റെ സർക്കാർ വാഹിനെ ADGP പോയി കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് കൂടി ഷംസീർ പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസ് KT തോമസ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾ, ആ 3 സേനാ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ 4മതൊരു സേന കൂടിയുണ്ട്. ആ സേനയുടെ പേര് RSS എന്നാണ്. ഇന്ത്യയെ സംരക്ഷിക്കുന്ന സേനയാണ് എന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ RSSന്റെ ADGPയെ സല്യൂട്ട് ചെയ്യാൻ കേരള പോലീസിന്റെ ADGP പോയിട്ടുണ്ടെങ്കിൽ അതിലെന്താ തെറ്റുള്ളത്? RSSന്റെ ADGP ആണല്ലോ വന്നിരുന്നത്, അല്ലെ? DGP വേറുണ്ട് നാഗ്പൂരില്, DGP വേറെയുണ്ട്. ADGPയെ സല്യൂട്ട് ചെയ്യാൻ ഗണവേഷം കണ്ടപ്പോ മൂപ്പർക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി അടക്കമുള്ള പ്രണബ് മുഖർജി അടക്കമുള്ളവർ
നാഗ്പൂരിലെ RSSന്റെ കാര്യാലയത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ ഏതൊരു രാഷ്ട്ര നേതാവും RSSന്റെ നേതൃത്വവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംഘടനയുടെ വലുപ്പമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സംസ്ഥാന പോലീസിലെ ADGP എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ നിലവാരത്തിലുള്ള ഒരാൾ മാത്രമാണ്. അദ്ദേഹം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ വിവാദമാക്കി വലിയ കോളിളക്കം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തൃശൂർ പൂരം തടയാൻ വേണ്ടി ഗൂഢാലോചന നടത്തി വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുകയാണ്. തൃശൂർ പൂരം തടഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ആംബുലൻസ് വന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്, അങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നൊക്കെയാണ് ഇപ്പൊ എതിരാളികൾ പറയുന്നത്. ഈ പറയുന്ന എതിരാളികളുടെ സുനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിൽ പോലും സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത് എന്ന വസ്തുത പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. തൃശൂർ ജില്ലയെ ഗുരുവായൂരൊഴിച്ച് സകല നിയോജക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ഉജ്ജ്വലമായിട്ടുള്ള ലീഡായിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ഗണേശോത്സവം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് പറയേണ്ട ഒരു ഉത്സവം കൂടിയാണ്. കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി തന്നെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയേണ്ടി വരുന്നതാണ്. നമ്മുടെ ഉത്സവങ്ങളിലേക്ക്, നമ്മുടെ ആഘോഷങ്ങളിലേക്കൊക്കെ തൃശൂർ പൂരത്തെ വരെ തടയാൻ വേണ്ടി ധൈര്യം കാണിച്ച ആളുകൾ, അന്ന് തൃശൂർ പൂരം തടയുമ്പോൾ ഒരു ദുഃഖവും കാണിക്കാത്തവർ, അന്ന് പോലീസുകാരുമായി സല്ലപിച്ചു നിന്നവർ, ജനങ്ങളെ വേട്ടയാടുമ്പോ പോലീസ് വേട്ടയാടുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തവർ, അവിടെ രക്ഷകനായി സുരേഷ് ഗോപി എത്തിയപ്പോ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തോൽവിയുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ കെട്ടുകഥകളുമായി വരികയാണ്. അവിടെ മാത്രമല്ല, നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും നേരെയും പ്രസേട്ടൻ സൂചിപ്പിച്ചു, ശോഭായാത്ര നടക്കുന്ന ക്ഷേത്രങ്ങളിൽ തടസ്സപ്പെടുത്തുകയാണ്, ശോഭയാത്ര നടത്താൻ പാടില്ല എന്ന് പറയുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത്തവണ ശോഭയാത്ര നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ജനം ടിവിയുടെ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല ഈ ശോഭായാത്ര ഇനി ഇവിടെ നമ്മുടെ അമ്പലത്തിലെങ്ങാനും നടത്തരുതെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങനെ പറയുന്ന ഏറ്റവും അവസാനത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയാനുള്ള ഒരു അവസരം പാലക്കാട് ജില്ലയിലും ഒറ്റപ്പാലത്തും എന്തായാലും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ ഹിന്ദു ശക്തിയെ, ഹിന്ദുത്വത്തെ വെല്ലുവിളിക്കാനൊന്നും ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ഒരു കാലത്തും ഒരാളെയും ഇവിടെ അനുവദിച്ചിട്ടില്ല, ഇനിയും അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം കൂടിയാണ് ഒറ്റപ്പാലത്ത് ഈ മഴയെ അതിജീവിച്ച് ഇവിടെ തടിച്ചുകൂടിയ ജനസഞ്ചയം. 10-12 വർഷക്കാലത്തിലധികമായി ഒറ്റപ്പാലത്ത് ഗണേശോത്സവം നടക്കുകയാണ്. ഓരോ വർഷവും 10,000-കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യമാണ്, 10,000-കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകളും വിഷമമൊക്കെ തോന്നുന്നുണ്ടാവാം, എതിരാളികൾക്ക് വിഷമം തോന്നുന്നുണ്ടാവാം. പക്ഷെ അവർക്ക് തടയാൻ കഴിയാത്ത വണ്ണം അല്ലെ, കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഗണേശോത്സവത്തെ കുറിച്ച് വലിയ തോതിൽ ഇത് പ്രകൃതി വിരുദ്ധമാണ്, പ്രകൃതിക്കെതിരാണെന്നൊക്കെ പറഞ്ഞിരുന്നവർ ഈ വർഷം നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കൂ, ഒരാൾ പോലും ഗണേശോത്സവത്തിനെതിരായി ഒരു വാക്ക് പോലും പറയുന്നില്ല. കാരണം ഇതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഈ ഉണർന്നു വരുന്ന ഹിന്ദു യുവതയെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എതിരാളികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും പറയുന്നു, അവരൊന്ന് തടഞ്ഞു കിട്ടിയാൽ മതി, ഞങ്ങൾ പോകുമ്പോൾ എതിർത്ത് കിട്ടിയാൽ മതി, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഈ ഗണേശ ഭക്തിയോടുകൂടി ഇവിടെ വന്നിട്ടുള്ള ഒറ്റപ്പാലത്തിന്റെ ഹിന്ദു ശക്തിയെ, ഹിന്ദു യുവതയെ അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട്, സ്നേഹാഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി തിരക്കഥാകൃത്ത് കൂടിയായ ശ്രീ അഭിലാഷ് പിള്ളയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിരുന്നു. അന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷത്തിലായിരുന്നു ഞാൻ. മാളികപ്പുറം എന്നൊരു സിനിമയുടെ വലിയ വിജയം, ആ ഒരു ടീമിനെ മുഴുവൻ നിങ്ങൾ ഒറ്റപ്പാലത്തുകാരെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അവിടെ. ഇന്ന് ഈ വേദി ഞാൻ വീണ്ടും വരുമ്പോൾ അതിലും വലിയൊരു സന്തോഷം. ആ സിനിമയ്ക്ക് ഒരു ദേശീയ അംഗീകാരം, ഒരു നാഷണൽ അവാർഡ് കിട്ടി. മികച്ച കുട്ടികളുടെ അവാർഡ് മാളികപ്പുറത്തിനാണ്. അപ്പോൾ വീണ്ടും ഈ മണ്ണിലേക്ക് വന്നപ്പം ഒരു കാര്യം മനസ്സിലായി. മിത്തെന്ന വാക്കിന് കൂട്ടായ്മ ഒരു അർത്ഥം കൂടെ ഡിക്ഷണറിയിൽ എഴുതി ചേർത്താണ് കഴിഞ്ഞ 2 വർഷമായി. ആരുടെയൊക്കെയോ നാക്കുപിഴയിൽ ഒന്നിച്ചേക്കുന്ന ഈ ഒരു ആഘോഷം കഴിഞ്ഞ 2 വർഷമായി വലിയ രീതിയിൽ കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൽസേടനും ശോഭ ചേച്ചിയും സന്ദീപേണ്ണൊക്കെ സംസാരിച്ച വേദിയിൽ വീണ്ടും ഞാൻ വന്ന് സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കാരണം ഈ ഒരു കൂട്ടായ്മ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ എന്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഒറ്റപ്പാലത്ത് ഇതിന് മുന്നേ വന്ന 2 തവണ, ആദ്യത്തെ തവണ മാളികപ്പുറം സിനിമ റിലീസായി തിയേറ്ററിൽ ഓടുമ്പോൾ ഈ തിയേറ്റർ വിസിറ്റിന് വേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ
ഒറ്റപ്പാലത്തെ തിയേറ്ററിന് മുന്നിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കൂട്ടമായിരുന്നു. വലിയ സന്തോഷം തോന്നി. കഴിഞ്ഞ വർഷം ഗണേശോത്സവത്തിന് വന്നപ്പോഴും വലിയ ആൾക്കൂട്ടം കണ്ടപ്പോൾ അന്ന് ഞാൻ ഉണ്ണി ഉണ്ടായിരുന്നു എന്നോട്. ഉണ്ണിയുടെ ചോദിച്ചു, ഉണ്ണി ഇത് ഒറ്റപ്പാലത്ത് ഉണ്ണിയുടെ പടം ഇറങ്ങിയോണ്ട് ആളെ ഇറക്കിയതാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഉണ്ണിയോനല്ല, ഇത് ഒറ്റപ്പാലത്തുകാരുടെ കൂട്ടായ്മയെന്ന് പറഞ്ഞു. അത് ഞാൻ ഊട്ടി ഉറപ്പിച്ചത് ഈ വർഷമാണ്. കാരണം നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. ഇത്രയും വലിയ മഴയത്ത് ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് വരെ ഇവിടെ വന്നിരിക്കുന്നു. മഴ പെയ്തിട്ട് പോലും അവിടെ എഴുന്നേറ്റ് പോവാതെ കുടചൂടി ഇടുന്ന അല്ലെങ്കിൽ ആ കുട്ടികൾ ഇവിടെ വന്ന ഓരോ അമ്മമാർക്കും ഞാനൊരു ബിഗ് സല്യൂട്ട്. കാരണം വിശ്വാസത്തെ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. എന്റെ സിനിമകൾ കണ്ടവർക്കറിയാം. മാളികപ്പുറം കണ്ടിട്ടില്ല എല്ലാവരും? മാളികപ്പുറം സിനിമ കഴിഞ്ഞപ്പം ഇനി അതുപോലത്തെ സിനിമകൾ ഇവിടെ ചെയ്യുമോ, അല്ലെങ്കിൽ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 വർഷമായി ഏകദേശം ഞാനിപ്പോ 2 സിനിമകളാണ് അതിനുശേഷം ചെയ്തിരിക്കുന്നത്. അതിലൊരു സിനിമ അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു. അതിന്റെ അടുത്തൊരു സിനിമ ഞങ്ങളുടെ അതേ മാളികപ്പുറം ടീം തന്നെ നവംബറിൽ ഷൂട്ട് തുടങ്ങുന്നു. ഇന്നലെ വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണപതി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷത്തിന് ശേഷം ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്റെ ആദ്യ സംവിധാനം ഞാൻ ചെയ്യാൻ പോവുകയാന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നു. എന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് ഞാൻ ചെയ്യാൻ ഒരു സിനിമയായിരിക്കും അത്. മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തർക്കും ഞാൻ വാക്ക് തരുന്നു, ആ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കൈയടിച്ച് കണ്ണ് നിറഞ്ഞ് ചിരിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. മാത്രമല്ല എന്റെ മനസ്സിലെ വലിയ സ്വപ്നങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതൊരു ആനയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു ആനക്കഥ തന്നെയാണത്. അതേപോലെ തന്നെ ഞാൻ മത്സ്യേട്ടനുമായിട്ട് പലതവണ കണ്ണൂർ പല പരിപാടികളിൽ പങ്കെടുത്തപ്പോഴും ഞാൻ മത്സ്യേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിലെ വലിയ സ്വപ്നത്തിൽ ഒന്നാണ് കൊട്ടിയൂർ അമ്പലത്തിന്റെ ചരിത്രം സിനിമയാക്കണമെന്നുള്ളത്. അപ്പൊ ഞാൻ മത്സ്യേട്ടനോട് തന്നെ പലതവണ ഞാൻ കണ്ണൂര് ദേശീയ ഇതുമായിട്ടുള്ള ആളുകളെ കാണണമെന്നും കൊട്ടിയൂർ അമ്പലത്തിൽ ഞാൻ പോവുകയും കഴിഞ്ഞ 2 വർഷം ഞാൻ പോവുകയും ചെയ്തു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഈ വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ പറയുകയാണ്, കാന്താരയ്ക്ക് മുകളിലൊരു സിനിമ മലയാളത്തിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിനാണ്. അപ്പം തീർച്ചയായിട്ടും അതിനുള്ളൊരു ശക്തിയും അതിനുള്ളൊരു സാഹചര്യവും ദൈവം എനിക്ക് തന്നാൽ തീർച്ചയായിട്ടും മലയാളികളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ മുന്നിലേക്ക് ഞാൻ അങ്ങനെ ഒരു സിനിമ കൊണ്ടുവന്നിരിക്കും. ഞാനിവിടെ വെച്ചൊരു ആഗ്രഹം പറയുകയാണ്. അത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വേദി ഇത് തന്നെയാണ്. ഇതിലും കയ്യടി കിട്ടുന്ന ഒരു വേദി മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും അധികം ആളുകളെ അഭിമുഖീകരിച്ച് ഞാൻ സംസാരിച്ചേക്കുന്നത് ഒറ്റപ്പാലത്തെ ഈ വേദിയിൽ തന്നെയാണ്. മറ്റ് പല സ്ഥലത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴും മനസ്സിലെ ആഗ്രഹം തുറന്നു പറയാൻ കഴിയില്ല. പക്ഷെ ഈ ഇരിക്കുന്നത് എനിക്ക് 100% അറിയാം. എന്റെ ഐഡിയോളജിയുടെ ഒത്തുപോകുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നമ്മുടെ ശക്തി. നിങ്ങൾ തന്ന ബലവും നിങ്ങൾ തന്ന സ്നേഹവുമാണ് ഇന്ന് ഈ 2ാം വർഷം വീണ്ടും ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അടുത്ത വർഷം ഇതേ വേദിയിൽ ദൈവം ആയുസ് തന്നാൽ ആരോഗ്യം തന്നാൽ ഞാൻ എത്തിയിരിക്കും. അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ ഈ വേദിയിൽ ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ എത്തിയിരിക്കും. അന്ന് എന്റെ സ്വപ്നം സാധിച്ചിട്ട് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഈ ഒരു ഗണേശോത്സവത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും നന്ദി അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾ ഒറ്റപ്പാലത്തുകാരുടെ പൊന്നോമന പുത്രൻ ഉണ്ണിയാണ് എന്റെ ലക്കി ചാം. ഉണ്ണിയുമൊത്ത് ഞാൻ വീണ്ടും ഒരു സിനിമയോടെ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവരും നന്ദി പറഞ്ഞോട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഗണപതിയെ പറ്റി ആധികാരികമായി എല്ലാം പ്രസൻ ചേട്ടനും ശോഭിച്ചേച്ചിയും സന്ദീപേട്ടനും ഒക്കെ പറഞ്ഞു. ഒരേ ഒരു കാര്യം പറയാം, എന്തും തുടങ്ങുന്നതിന് മുമ്പ് വിഘ്നങ്ങൾ മാറ്റുന്ന ആള് ഏറ്റവും വലിയ മാസാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാസ് ഹീറോ ഗണപതി തന്നെയാണ്. കാരണം അദ്ദേഹമാണ് ഇന്ന് ഈ ഒരു ജനക്കൂട്ടത്തെ ഇവിടെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ആഘോഷം ഇനി വരും വർഷങ്ങളിലും വലിയ രീതിയിൽ സംഭവിക്കട്ടെ. വലിയ രീതിയിൽ ഇനിയും കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിന്റെ ഇരട്ടി ആളുകൾ ഈ വർഷം എത്തിയിട്ടുണ്ട്. ഇതിനിയും 10നെ 100 ഒരു അത്ഭുതമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ഓണം. അടുത്തതായി ആശംസ അറിയിക്കുന്നു.